വിഷ വിഷം തെങ്ങിൻ്റെ മണ്ടയിലേക്ക് നേരെ തട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തെങ്ങ് പോവില്ല. ഈ ഇതിൽ മിക്സ് ചെയ്യലൊന്നുമില്ല, നേരെ കടയിൽ നിന്ന് കിട്ടുന്നത് അതേപടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ അടുത്ത് ഇടുന്ന ദിവസേന ഇടുന്ന പോസ്റ്റുകളിലെ ആ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എടാ കളവ, നിനക്ക് രാവിലെ എഴുന്നേറ്റ് ഈ രാഷ്ട്രീയം പറയൽ മാത്രമാണോ പണി എന്നാണ്. ചിലർ അമ്മാവാന്നാണ് വിളിക്കുക. ഇതൊന്നും ഒരു തെറ്റില്ല. പക്ഷേ അങ്ങനെ പരിഹസിക്കുന്നവരോടും അതല്ലാതെ സാധാരണ ആളുകളോട് പറയാനുള്ളത്, എൻ്റെ പ്രധാന പണി രാഷ്ട്രീയം പറയലല്ല. എൻ്റെ ഇപ്പോഴത്തെ പ്രധാന പണി കൃഷിയാണ്. അതിൽ മുഖ്യം തെങ്ങ് കൃഷിയാണ്. പിന്നെ നേന്ത്രവാഴ കൃഷിയുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 60 സെൻറ്റ് സ്ഥലം, ഇത് നിലവിൽ തെങ്ങുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ തെങ്ങുകൾ കുറേ മുറിച്ച് മാറ്റിയിട്ട് ഒരു 4 വർഷമായിട്ട് പുതിയ തൈക്കൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു വലിയൊരു ഭീഷണി ഈ എന്താ പറയുക, ചെല്ലിക്കേടാണ്. അത് ചെമ്പൻ ചെല്ലിയും കറുത്ത ചെല്ലിയും ഒക്കെ ഉണ്ട്. ഇവരെ തുരത്താൻ നോക്കിയിട്ട് പല വിദ്യകളും നോക്കിയിട്ട് തോറ്റിട്ട് അവസാനം ഇപ്പോൾ ഒരു വിദ്യ വിജയിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഞാൻ ഇതിൻ്റെ ഒരു വലിയ പ്രൊമോട്ടറൊന്നുമല്ല. അതുപോലെ തന്നെ എന്നെ നിങ്ങൾ അനുകരിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. ഇനി അതിൻ്റെ ഉത്തരവാദിത്വം നിൽക്കാൻ എനിക്ക് വയ്യ. കാരണം ഞാൻ കടുത്ത വിഷമാണ് പ്രയോഗിക്കുന്നത്. മാത്രമല്ല, ഇതിൽ എനിക്ക് ഗുണമുണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ നേന്ത്രവാഴ കൃഷിയെ പറ്റിയിട്ട്. അത് വേറൊരു സ്ഥലത്താണ്. എനിക്ക് സ്വന്തമായിട്ട് ഈ തെങ്ങ് കൃഷിയുണ്ട്. പിന്നെ അത് എൻ്റെ സ്വന്തം സ്ഥലത്ത്. പിന്നെ നേന്ത്രവാഴ കൃഷിയുള്ളത് പാട്ടത്തിനെടുത്തിട്ടാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇതെന്ത് സംഭവം എന്ന് വെച്ചാലേ, ഒരു ഏകദേശം ഒരു 2005 ഒരു 60 സെൻറ്റ് സ്ഥലം തെങ്ങും പറമ്പ് വാങ്ങിയത്. തെങ്ങും പറമ്പ് എന്ന് പറയാൻ വയ്യ. എന്താ വെച്ചാൽ ഇത് ഈ പാടം നികത്തിയിട്ട് തെങ്ങ് വെച്ചിട്ടുള്ള സ്ഥലമാണ് ഒരു 50 വർഷം മുമ്പ്. അപ്പോൾ അതിൽ ഈ തെങ്ങ് ഞാനൊരു വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 20-21 വർഷമായി. അപ്പോൾ ഇതിൽ തെങ്ങുകൾ നല്ല ഒരു ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന തെങ്ങുകൾ തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് ഈ തെങ്ങുകൾക്കൊരു ഈ തടിയുള്ള തെങ്ങുകൾക്ക് തന്നെ ഒരു കേട് വന്നു. അവരുടെ ചെന്നീരൊലിപ്പ് എന്നൊക്കെ പറയും ഇവരുടെ കാർഷിക ഭാഷയിൽ. അതിനെ എൻ്റെ പരിധിയിലാക്കാൻ പറ്റിയില്ല. പല തെങ്ങുകൾ ഇതിനകത്ത് പോയി കഴിഞ്ഞു. മാത്രമല്ല, ചിലർക്കൊക്കെ പ്രായമായി നിങ്ങൾ തോന്നുന്നുണ്ട്. ഒരു 10-50 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഈ 4 വർഷം മുമ്പ് ഞാൻ പുതിയത് ഇപ്പോൾ എന്താ പറയുക, റീപ്ലാന്റ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്ന ഭാഷയാണ്. പക്ഷേ എനിക്ക് അത്രയൊന്നും വേണ്ട. ഞാൻ പോയ തെങ്ങിന് പകരം വെക്കണമെന്നാണ് പറയേണ്ടത്. അപ്പോൾ 4 വർഷം മുമ്പ് വെച്ച് തുടങ്ങിയതാണ്. 4 വർഷത്തെ തൈക്കളുണ്ട്, 3 വർഷത്തെ തൈക്കളുണ്ട്, 2 വർഷത്തെ തൈക്കളുണ്ട്, 1 വർഷം കഴിഞ്ഞ വർഷം വെച്ച തൈക്കളുണ്ട്. ഇനി ഈ വർഷവും കുറച്ച് തൈക്കൾ വെക്കണം. അപ്പോൾ ഈ മുമ്പെങ്ങും ഇല്ലാത്തൊരു വലിയൊരു ഭീഷണിയാണ് ഇത്തവണ എനിക്ക് വന്നു പെട്ടുള്ളത്. എൻ്റെ ഈ തെങ്ങ് തൈക്കളൊക്കെ വയ്ക്കുന്നവരെയൊക്കെ ചെല്ലി വന്ന് കുത്തി, അത് തുടർച്ചയായിട്ട് കുത്തിയിട്ട് ഒരു കൂമ്പ് വരെ നിവൃത്തിയില്ല. വീണ്ടും കുത്തിയിട്ട് പല തെങ്ങ് തൈക്കളും വീണ്ടും പോയി വീണ്ടും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പലരും പല വഴികളും പറഞ്ഞു തന്നു, പല വഴികളും പരീക്ഷിച്ചു. എൻ്റെ സ്വന്തമായിട്ടുള്ള പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഇപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിത് മിക്കവരും പറയുന്നത് കേട് വന്നതിന് ശേഷമുള്ള ചികിത്സയാണ് ഇത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മറ്റുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒഴിക്കാനുള്ളൊരു മരുന്നാണെങ്കിൽ, ദ്രാവക രൂപത്തിലുള്ള മരുന്നാണെങ്കിൽ അത് നിൽക്കണില്ല. മഴയൊക്കെ പെയ്യുമ്പോൾ അത് ഒലിച്ചു പോവുകയാണ്. അപ്പോൾ ദീർഘകാലം ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ തെങ്ങ് കൃഷിക്ക് ഏറ്റവും നല്ലത് തെങ്ങിന് കേട് വരാതെ നിൽക്കുന്നത് തന്നെയാണ്. തൈത്തെങ്ങാകുമ്പോൾ നമുക്ക് നോക്കാൻ വലിയ പ്രയാസമില്ല. ആരുടെ ആശ്രയിക്കേണ്ട, നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ, ഈ തരി രൂപത്തിലുള്ള നമ്മുടെ പണ്ടൊരു ഫ്യൂറഡാൻ എന്ന് പറഞ്ഞിട്ടൊരു വിഷം കിട്ടിയായിരുന്നു. അതിൻ്റെ ഒരു വകഭേദമായിട്ടുള്ള ഒരു തരി രൂപത്തിലുള്ള വിഷങ്ങൾ ഇപ്പോൾ ഈ പാക്കറ്റിലാക്കിയിട്ട് വരുന്നുണ്ട്. അത് അവരുടെ ശുപാർശ എന്താ വെച്ചാൽ, അത് മണലുമായി കൂട്ടി കലർത്തിയിട്ടൊക്കെ ഇടാനൊക്കെയാണ്. അങ്ങനെയൊന്നും ഇട്ടിട്ടൊന്നും എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടിയില്ല. വീണ്ടും ഇത് കേടാണ്. പിന്നെ കേട് വന്നതിന് ശേഷം പ്രയോഗിക്കേണ്ട പല കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ അത് ഇടയ്ക്ക് പരിശോധിക്കണം, പൊത്തുണ്ടോ എന്ന് നോക്കണം, ചെല്ലിയ കമ്പി എടുത്ത് കുത്തി കളയണം, അങ്ങനെ പിന്നെ മരുന്ന് ഒഴിച്ചാൽ ചത്തോളും. ഇതിനൊക്കെ ദിവസേന ഇതിൻ്റെ പിറകെ നടക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോളണം എന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് തീരും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള വഴി എന്താ വെച്ചാൽ, ഈ തെങ്ങുകൾക്ക് കേട് വരാതെ നോക്കുക, തൈത്തെങ്ങുകൾക്ക് കേട് വരാതിരിക്കാൻ അഡ്വാൻസായിട്ട് അവരെ പിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഞാൻ ഈ തരി രൂപത്തിലുള്ള മരുന്ന് ഒരു മണലും ചേർക്കാതെ നേരെ തെങ്ങിൻ്റെ ആ ഏറ്റവും ഇളം കൂമ്പിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ വീഡിയോ ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചത്.
അത് ഒരു തൈനല്ല, എല്ലാ തൈകൾക്കും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഗുണം എനിക്കാണ് ഇപ്പോഴാണ് എനിക്ക് അത് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കേട് വരുമ്പോൾ അവർ നശിച്ചു പോകുന്നുണ്ട്. അവരൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നെത്തിയാലും ഈ മരുന്നിൽ അവർ ചെന്ന് തൊട്ടാൽ, ഈ വിഷത്തിൽ ചെന്ന് തൊടുന്നതോടുകൂടി അവരുടെ പണി തീരുന്നുണ്ട്. പിന്നെ ഈ വിഷത്തിന് മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിനകത്ത് ഒരു പശയുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഒരു മഴയൊന്നും പെയ്താലും വെള്ളം വന്നാലും അത് അതേപടി അങ്ങോട്ട് ഈ തെങ്ങിൻ്റെ ഈ മണ്ടയിൽ നിന്ന് അവർ നഷ്ടപ്പെടുന്നില്ല വിഷം. ആ വിഷം അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്, അതിൻ്റെ അംശം തങ്ങി നിൽക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കൂമ്പ് പോയിട്ടുള്ള ഒരു തൈയിന് ഞാൻ ഈ മരുന്നിട്ട് കൊടുത്തിട്ടുള്ള തൈ, ആ കൂമ്പ് പൊങ്ങി വരുമ്പോൾ അതിൻ്റെ ആ പൊങ്ങി വരുന്ന ഭാഗത്തൊക്കെ വിഷം പറ്റിയിരിക്കുന്നത് ഇപ്പോഴും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതാണ് 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ പ്രധാന തൊഴിൽ രാഷ്ട്രീയം പറയാനല്ല, പ്രധാന തൊഴിൽ കൃഷിയാണ്, അതിൽ പ്രധാനം തെങ്ങാണ്. മറ്റൊന്ന്, തെങ്ങിൻ്റെ ചെല്ലിക്കേട് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവണമെങ്കിൽ ആവട്ടെ എന്നുകൂടി കരുതിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ അടുത്ത വീഡിയോയുമായി വരാം. അതുവരയ്ക്ക് നന്ദി, നമസ്തേ.